ശനിയാഴ്ച ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് വന്നാൽ മാത്രമേ ഉള്ളൂ ഓർമ്മ. പെട്ടെന്ന് ഞായറാഴ്ച രാവിലെ, ഇനി പെട്ടെന്ന് ഇതുപോലെ തിങ്കളാഴ്ച രാവിലെയും പിന്നെയും കോളേജിൽ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഞായറാഴ്ച എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വെച്ചിരുന്നാണെങ്കിൽ അവിടെ പുട്ടും കടലയായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പുറത്തെ കടയിൽ നിന്ന് ദോശയും ചമ്മന്തിയും സാമ്പാറും വാങ്ങിച്ചായിരുന്നു. പിന്നെ പുട്ടിൻ്റെ കുറച്ച് കടലക്കറിയും കൂടെ എടുത്ത് വെച്ച് കഴിച്ച് കുഴപ്പമില്ല, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഭയങ്കര അടിപൊളിയൊന്നുമല്ല. എന്നിട്ടിങ്ങനെ അപ്പുറത്തെ റൂമിൽ പോയപ്പോൾ റസീദ ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് ഇങ്ങനെ ഉലാത്തി കളിക്കുന്നുണ്ടായിരുന്നു. ഏഞ്ചലാണ്ട് ഇതാ വള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ വിശ്രമിക്കുമായിരുന്നു. അപ്പോൾ എന്താ അവിടെ നിന്നൊരു മുട്ടയ്ക്കകത്ത് കണ്ണും മൂക്കൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇതാ കൂട് പാത്രം എന്ന് എഴുതി വെച്ചേക്കുന്നത്. പുവർ പീപ്പിൾസ്, അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. കൂടോത്രം എന്നല്ലേ എഴുതണ്ടേ, എന്ത് ചെയ്യാനാണ്. എന്നിട്ട് ഏഞ്ചലാണ്ട് പള്ളിയിൽ പോയിട്ട് കുറച്ച് പായസം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാൻ വേണ്ടി അപ്പുറത്തെ റൂമിലെ എല്ലാ ആൾക്കാരും വന്നിട്ട് ആ മുട്ട കണ്ടിട്ട് ചിരിക്കുക. പുഴുങ്ങിയ മുട്ടയ്ക്കകത്താണ് സംഭവം എഴുതി വെച്ചേക്കുന്നത്. ഇന്നലെ ഹോസ്റ്റലിൽ കഴിക്കാൻ മുട്ടയും ചപ്പാത്തിയായിരുന്നു, അതിന് മുട്ടയായിരുന്നു കേട്ടോ അത്. എന്നിട്ട് പായസം കുടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ കുറ്റം പറയാം, പായസം കൊള്ളത്തില്ല, മധുരം പോരാന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാ പച്ചവെള്ളത്തിനും കുറ്റം പറയുന്ന ടീംസ് ഇല്ല, അതാണ്.